ലോൺ എടുത്താലും അതവർക്ക് അടയ്ക്കാൻ പറ്റുമെന്ന് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് യുവതലമുറ അങ്ങനെ നടത്താറില്ല. യുവതലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയാൻ പറ്റില്ല അതിന്. അതൊക്കെ അവർ ഏൺ ചെയ്യണു, അവരതെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് അവർ തീരുമാനിക്കണം. അപ്പോൾ ഒരു ഡിസിപ്ലിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. അതിപ്പോൾ വരുമാനത്തെക്കാളും കൂടുതലാണ് ചെലവ് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് യുവതലമുറ അങ്ങനെ നടത്താറില്ല. അവരുടെ ഇൻകം എത്ര പ്രതീക്ഷിച്ചിട്ട് അതിനനുസരിച്ച് അവർ മാക്സിമം അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണം. ആ രീതിക്കാണ് ഇപ്പോഴത്തെ യുവതലമുറ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പഴയ ആളുകളെക്കാളും കൂടുതൽ ഇപ്പോഴത്തെ ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഭക്ഷണമാണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ പുതിയ വണ്ടികൾ വരുവാണെങ്കിലും അപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറിയേക്കാളും കൂടുതൽ അവർ EMI ഇട്ടിട്ട് ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് അടയ്ക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളതിലായിരിക്കും അവർ EMI എടുക്കുക. അവരെ കൊണ്ട് പറ്റും. EMI ലോൺ എടുത്താലും അതവർക്ക് അടയ്ക്കാൻ പറ്റുമെന്ന് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, പേടിയില്ല. കടം വന്നാലും അതിനെക്കുറിച്ച് അവർ ബോധേഡല്ല. അവർക്കത് മാറ്റാൻ പറ്റുന്നൊരു വിശ്വാസത്തോടെ ജീവിക്കണ തലമുറയാണ് ഇപ്പോഴത്തെ കുട്ടികളെന്ന് ഞാൻ വിചാരിക്കും. പുതിയ തലമുറയിൽപ്പെടുന്ന കുട്ടികൾക്കും സാലറി കിട്ടിയ 10 ദിവസത്തിനുള്ളിൽ തന്നെ ആ സാലറി കാലിയായി പോവുകയാണ്. കാലിയായി പോയാലും അവരത് ബാക്കി ദിവസങ്ങൾ അവർ തിരിച്ച് പിന്നെയും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളത് അവർ ഏൺ ചെയ്യാൻ ശ്രമിക്കും. അല്ലാണ്ട് അങ്ങനെ കടത്തിൽപ്പെട്ട് ഇതാകുമെന്ന് എനിക്ക് തോന്നണില്ല.